കെ സുധാകരന് അനുകൂലമായി പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. KPCC അധ്യക്ഷനായി കെ സുധാകരൻ MP തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ നഗരത്തിൽ വ്യാപകമായി പോസ്റ്റർ പ്രചരണം നടക്കുകയുണ്ടായി. കേസ് തുടരണമെന്ന വാചകത്തോടെയായിരുന്നു സുധാകരന്റെ തട്ടകമായ കണ്ണൂർ നഗരത്തിൽ വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും രൂപപ്പെട്ടത്. പ്രതിസന്ധികളെ ഊർജ്ജമാക്കിയ നേതാവ് താരാട്ടുകേട്ട് വളർന്നവനല്ല എന്നെല്ലാമാണ് പോസ്റ്ററിലെ ഉള്ളടക്കം എന്നത്. കോൺഗ്രസ് പടയാളികൾ എന്ന പേരിലാണ് ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ പോസ്റ്ററുകളും പ്രധാനമായിട്ടും സ്ഥാപിച്ചിട്ടുള്ളത്. സുധാകരന്റെ തട്ടകമായ കണ്ണൂരിൽ KPCC അധ്യക്ഷ പദവിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റുന്നതിൽ പ്രതിഷേധം വളരെയധികം ശക്തമായിട്ടാണ് നിലനിൽക്കുന്നത്. DCC ഭാരവാഹികൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തു. അണികൾ കേസ് എന്ന് വിളിക്കുന്ന സുധാകരന് അനുകൂലമായി പോസ്റ്റർ പ്രചാരണം നടത്തിയതിലൂടെ എതിർപ്പിന്റെ വ്യക്തമായ സന്ദേശമാണ് AICC പ്രവർത്തകർ കൂടുതലും നൽകിയിട്ടുള്ളത്. നേരത്തെ പാലക്കാടും സുധാകരന് അനുകൂലമായിട്ടുള്ള പോസ്റ്റർ പ്രചരണമായിരുന്നു കൂടുതലും നടന്നിരുന്നത്. ഇതിനുശേഷം കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് പാലാ, ഈരാറ്റുപേട്ട, പൂഞ്ഞാർ പ്രദേശങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ ഉയരുകയുണ്ടായി. കെ സുധാകരൻ KPCC പ്രസിഡന്റായി തുടരണമെന്ന് സേവ് കോൺഗ്രസ് രക്ഷാസമിതിയുടെ പേരിലുള്ള ബോർഡുകളിൽ വ്യക്തമായി പറയുന്നുണ്ട്. പിണറായിയെ താഴെയിറക്കി UDFനെ അധികാരത്തിൽ കൊണ്ടുവരാൻ നട്ടലുള്ള നായകനാണ് കെ സുധാകരനെന്നും പാലക്കാട് സ്ഥാപിച്ച ബോർഡിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആന്റണിയുടെ രാഷ്ട്രീയ തട്ടകമായിട്ടുള്ള കോട്ടയത്തും സുധാകരന് അനുകൂലമായിട്ടുള്ള ബോർഡുകളും പോസ്റ്ററുകളുമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. അണികളുടെ വികാരം മാനിച്ചുകൊണ്ട് KPCC അധ്യക്ഷ പദവി ഒഴിയില്ലെന്ന നിലപാടിലാണ് കെ സുധാകരൻ നിലനിൽക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഹൈക്കമാൻഡ് തീരുമാനത്തെ സ്വാധീനിക്കുന്നതിനായി AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പിന്തുണ കെ സുധാകരൻ തേടിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ സമ്പൂർണ്ണ നേതൃത്വ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരനെ മാറ്റാൻ തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്നാണ് അറിയാൻ കൂടുതലും കഴിയുന്ന കാര്യം. കെ സുധാകരൻ നടത്തിയ പരസ്യ പ്രതികരണങ്ങളിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയാണ് നിലനിൽക്കുന്നത്. കൂടാതെ സുധാകരൻ നടത്തിയിരുന്ന പല പ്രതികരണങ്ങളും അനവസരത്തിലായിരുന്നെന്നും സുധാകരൻ നിർദ്ദേശങ്ങൾ അവഗണിച്ചുവെന്നുമാണ് ഹൈക്കമാൻഡ് കൂടുതലും വിലയിരുത്തുന്ന കാര്യങ്ങൾ. ഏത് സമയവും നേതൃത്വമാറ്റ പ്രഖ്യാപനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന സൂചനയും നിലനിൽക്കുന്നുണ്ട്. ആന്റണിയെ അധ്യക്ഷനാക്കി പുതിയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും അതുപോലെ തദ്ദേശ തിരഞ്ഞെടുപ്പിനെയും നേരിടാനാണ് നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനമെന്നത്. നേതൃത്വ മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ കെ സുധാകരനെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ളൊരു വിവരങ്ങളും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് കെ സുധാകരൻ ഉയർത്തുന്ന പ്രധാന വാദം. ആന്റണിയുടെ തട്ടകമായിട്ടുള്ള പൂഞ്ഞാറിൽ കെ സുധാകരനെ പിന്തുണച്ചുകൊണ്ട് വ്യാപക പോസ്റ്റർ പ്രചരണം നടന്നത് യഥാർത്ഥത്തിൽ AICC ഗൗരവമായിട്ടാണ് കൂടുതലും വീക്ഷിക്കുന്നത്. ആന്റണിയുടെ തട്ടകമായിട്ടുള്ള പൂഞ്ഞാറിലാണ് വ്യാപകമായ ഫ്ലെക്സുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിൽ നേതൃത്വമാറ്റ വിവാദങ്ങൾ മാറ്റുന്നതിനിടെയായിരുന്നു ചേരിതിരിഞ്ഞ് പോര് വ്യക്തമാക്കുന്ന തരത്തിൽ കൂടുതലും സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ളത്. കോൺഗ്രസിനെ നയിക്കാൻ സുധാകരൻ തുടരട്ടെ എന്ന തരത്തിലായിരുന്നു പോസ്റ്ററുകൾ കൂടുതലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതുപോലെ സേവ് കോൺഗ്രസ് രക്ഷാസമിതിയുടെ പേരിലാണ് ഫ്ലെക്സുകൾ പ്രധാനമായിട്ടും സ്ഥാപിച്ചിട്ടുള്ളത്. ആന്റണിയുടെ ജന്മനാട്ടിലും ഫ്ലെക്സുകൾ വ്യാപകമായി സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ തന്നെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റില്ലെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു കെ സുധാകരൻ ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ മുതിർന്ന നേതാക്കൾ പക്വത കാട്ടണമെന്ന പ്രസ്താവനയുമായി രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്തെത്തുകയുണ്ടായി. തന്നെ അധ്യക്ഷ പദവിയിൽ നിന്ന് മറ്റുമെന്നുള്ള മാധ്യമ വാർത്തകൾ കെ സുധാകരൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. AICC നേതൃത്വം അങ്ങനൊരു നിർദ്ദേശം തന്നെ അറിയിച്ചിട്ടുമില്ല. പിന്നെ എന്തിനാണ് ആശങ്കപ്പെടുന്നതെന്നാണ് കെ സുധാകരൻ കൈക്കൊണ്ടിട്ടുള്ള നിലപാട്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ AK ആന്റണി, ശശി തരൂർ, K മുരളീധരൻ തുടങ്ങിയവരുടെ പിന്തുണ സുധാകരന് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സുധാകരനെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയേ തീരുവെന്ന പിടിവാശിയിലാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും സംഘവും ഇപ്പോൾ നിലനിൽക്കുന്നത്.